നമസ്കാരം പ്രിയമുള്ളവരെ. ഒരുപക്ഷെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിൽ നമ്മൾ ചർച്ച ചെയ്ത ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബലാത്സംഗം വേറെ ഉണ്ടാകത്തില്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒഴിച്ച്. രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരൻ്റെ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക വീഴ്ച എന്ന് കോടതികൾ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ കോൺഗ്രസിൻ്റെ തന്നെ വനിതാ യുവജന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ തെരുവിൽ വന്ന് അയാളെ പിച്ച് ചീന്തുമ്പോൾ കേരളത്തിലെ പുരുഷ സമൂഹത്തോടും കോടതികളോടുമുള്ള അവരുടെ നിഷേധാത്മകത എന്താണെന്നും ഷഹനാസിനെ പോലുള്ളവർ കോടതിയെപ്പോലും വെല്ലുവിളിക്കുകയും അവരുടെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിടാതെ രാഹുൽ മാങ്കൂട്ടം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഒരാളിനെ കോഴി എന്നൊക്കെ വിളിച്ച് പറയുകയെന്ന് പറഞ്ഞാൽ എത്ര സംസ്കാരമാണ് എൻ്റെ കോൺഗ്രസ്സുകാരെ നിങ്ങൾക്കുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊന്നും കേരളത്തിലെ സ്ത്രീകളുടെ പാരമ്പര്യമല്ല എന്ന് ഇത്തരം വനിതാ നേതാക്കളെ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് CPM-ലായാലും കോൺഗ്രസ്സിലായാലും BJP-യിലായാലും സ്ത്രീ എപ്പോഴും സ്ത്രീയാണെന്നും സ്ത്രീക്ക് എന്തൊക്കെ കഴിവുണ്ടെന്നും ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കടമ നിർവഹിക്കാൻ പുരുഷനെ പ്രേരിപ്പിക്കുകയാണ് അവൾക്ക് അവനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അത് സുഹൃത്തായാലും ഭാര്യയായാലും കാമുകിയായാലും അമ്മയായാലും എന്നുള്ളതാണ് സത്യം. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൂന്നാമത്തെ കേസ്, പത്തനംതിട്ട സെഷൻസ് കോടതി അയാൾക്ക് ജാമ്യം കൊടുത്ത കേസ്. ആ കേസ് ചവറ്റുകൊട്ടയ്ക്ക് അപ്പുറത്തൊരു കൊട്ടയുണ്ടെങ്കിൽ അവിടെ പോയി കിടക്കേണ്ടതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. രാഹുൽ മാങ്കൂട്ടം എന്നേക്കുമായി ഭൂമിക്കടിയിലേക്ക് പോകണമെന്നും ഭൂമി പിളർന്നു പോകണമെന്നും അവൻ ഇനി ഒരിക്കലും പുറത്തേക്ക് വരാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ചിലരുടെ ജൽപ്പനങ്ങളാണ് സമൂഹത്തിൽ കണ്ടുവരുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ഇൻ്റർവ്യൂ എന്ന് കഴിഞ്ഞ് ആദ്യം വന്ന ലക്ഷ്മി പത്മയുടെ കുറേ സ്ക്രീൻഷോട്ടുകളും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. ലക്ഷ്മി പത്മ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഫെന്നി നേനാൻ എന്ന രാഹുലിൻ്റെ സുഹൃത്ത്, ഞാൻ മുൻ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ രാഹുലിന് പറയാനുള്ള പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ അവതരിപ്പിക്കുന്നത് ഫെന്നി നേനാനാണ്. ലക്ഷ്മി പത്മ ഇട്ടുകൊടുത്തതായി പറയുന്ന ഈ ചാറ്റുകൾ, അതിൻ്റെ യഥാർത്ഥ വശം എന്താണെന്നും അത് സത്യം എന്താണെന്നും ഫെന്നി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ പ്രധാനമായി പറയുന്ന കാര്യം, ഇതിൽ ഈ പറഞ്ഞ ചാറ്റിൽ ഞാനതിൽ ചേർക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഇട്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് സെൻഡ് ഇട്ടിട്ട് അവിടെ ആ ഡേറ്റ് മറച്ചിട്ട് 14/2024 ഒരു 10,000 രൂപ കൊടുത്തിട്ടുണ്ട്. ഈ 10,000 രൂപ കേരളത്തിൽ നിന്ന് തന്നെയാണ്, ഇന്ത്യൻ മണിയിൽ തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അതിന് പറയാൻ വേറെ കാരണം കൂടിയുണ്ട്. ഈ 10,000 രൂപ കൊടുത്ത ദിവസം എന്ന് പറയുന്നത് ഫെന്നി നേനാൻ പറയുന്നത് April 14, 2024 എന്നാണ്. ഡേറ്റ് ഓർക്കുക, April 14, 2024. April 8, 2024 ഉച്ചയ്ക്ക് തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിൽ രാഹുലിന് വേണ്ടി റൂമെടുത്ത് കാത്തിരുന്ന വിദേശത്ത് ജോലിയുള്ള ഒരാളുടെ ഭാര്യ കൂടിയായ വിദ്യാസമ്പന്നയായ യുവതിയെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ദിവസം, പ്രത്യേക തരത്തിലുള്ള ബലാത്സംഗം നടന്ന ദിവസം എന്ന് പറയുന്നത് April 8 ആണ്. April 8 ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീ April 14 10,000 രൂപ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചിരിക്കുന്നു. ഇതെന്തിൻ്റെ പാരിതോഷികമാണെന്ന് വേണം ചോദിക്കാൻ. പിന്നെ അതേ വർഷം ഒക്ടോബർ 7 2024 2,500 രൂപ 6 പൈസ അയച്ചിരിക്കുന്നു. അത് ഒരുപക്ഷെ വിദേശത്ത് നിന്ന് അയച്ചായിരിക്കാം. സെയിം ഡേയിൽ ഒക്ടോബർ 7, 2024 7,500 രൂപ 25 പൈസ അയച്ചിരിക്കുന്നു. ക്രൂരമായ ബലാത്സംഗത്തിനും അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ എവിടെയൊക്കെ അവരെ വിരൽ വെച്ച് കുത്താമോ അവിടെയെല്ലാം കുത്തി, മുഖത്ത് തുപ്പി, കാർക്കിച്ച് തുപ്പി, ആദ്യം കോണ്ട വിട്ട് റേപ്പ് ചെയ്യുകയും അതിനുശേഷം കോണ്ട ഊരിക്കളഞ്ഞിട്ട് ഡയറക്റ്റ് റേപ്പ് ചെയ്യും. ആ വഴിയിൽ അവർ ഗർഭിണിയാവുകയൊക്കെ ചെയ്ത് അതിനുശേഷം ഓറൽ സെക്സും ചെയ്യിച്ച ചെറുപ്പക്കാരന് 8-ാം തീയതി സംഭവം നടന്നതിന് ശേഷം ആ മാസം 14-ാം തീയതി പൈസ അയച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇനിയും ഈ ഫെന്നിയുടെ ഈ ഫേസ്ബുക്കിൽ പറയുന്നു, ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടുവെന്നും മുഖത്ത് തുപ്പിയെന്നും ആരോപണം ഉന്നയിച്ച പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടം MLA-ക്ക് അതിനുശേഷവും ഷാമ്പുവും ഫേസ് വാഷും കസ്റ്റമൈസ്ഡ് കീ ചെയിനും വാച്ചും ചെരുപ്പും ഗോട്ട് മിൽക്കും ഒക്കെ വാങ്ങിക്കൊടുത്തുവെന്ന് സൂചിപ്പിക്കുന്ന താങ്കളുടെ സ്ക്രീൻഷോട്ടുകൾ കണ്ടു. 3 തവണയായി 20,000 രൂപ പണമായി അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ടും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്തൊരു തെറ്റുപറ്റിയത്, ലക്ഷ്മി പത്മ ഈ കാര്യം ചെയ്ത സമയത്ത് അവർ സത്യസന്ധമായ മാധ്യമപ്രവർത്തകയായിരുന്നുവെങ്കിൽ ആ ഡേറ്റ് മറച്ചു വെക്കാൻ പാടില്ലായിരുന്നു. മറച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇത്രയും വലിയൊരു ചർച്ചയ്ക്ക് ഇതിന് വഴിയുണ്ടാവില്ലായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ലക്ഷ്മി പത്മ, റിനിയാൻ ജോർജ്,
മറ്റൊരു മാധ്യമ പ്രവർത്തക, പിന്നെ ഷഹരാസോ എന്ന് പറയുന്ന ഒരു ആൾ, അവരെന്താണെന്ന് എനിക്കറിയത്തില്ല, സാഹിതിയോ KPCC അതിൻ്റെ കുറേ ഈ പേപ്പർ സംഘടനകളുണ്ട്, നിസാർ പോഷക സംഘടന ആരോ ആണ് ഇവരൊക്കെ തന്നെ ചേർന്നുള്ളൊരു കോക്കസ് രാഹുലിനെതിരെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഈ പറഞ്ഞ ഡേറ്റുകളിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കേരളത്തിലെ ആദ്യം പൈസ കൊടുക്കുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇതൊന്നും തന്നെ അവൻ ആവശ്യപ്പെട്ടതായിട്ട് ആ സ്ക്രീൻഷോട്ട് ഇല്ലതാനും. ഇതൊന്നും തന്നെ പുറത്തു വിടാൻ പറ്റാത്ത അവസ്ഥയിലാണ് രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം, ഫെന്നി നൈനാൻ ഉൾപ്പെടെയുള്ളവരെ കൊണ്ട് ഈ കർമ്മങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. നമ്മളൊരാളിന് ദേഷ്യവും വെറുപ്പും നിൽക്കുന്ന സമയത്ത് നമ്മളാൾക്ക് പൈസ അയച്ചു കൊടുക്കുക. പിന്നെന്തിനു വരെ ഒരു കേസ് കൊടുത്തു? ഇങ്ങനെയുള്ള സൈറ്റുകളൊക്കെ കേരളത്തിലുണ്ടെന്നാണ് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത്. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് വ്യക്തിവിരോധം ഉണ്ടെന്നാണ് ഷഹരാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്തിൻ്റെ വ്യക്തിവിരോധം? എന്തിനായിരുന്നു വ്യക്തിവിരോധം അവനോടുള്ളത്? ഈ വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടി മറ്റൊരു സ്ത്രീ അവരുടെ ശരീരവുമായി ബന്ധപ്പെട്ട്, അവരുടെ ആത്മാഭിമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ഇത്തരത്തിൽ കുരുതി കൊടുക്കേണ്ടതുണ്ടായിരുന്നു എന്ന ചോദ്യം സമൂഹം അവരോട് ചോദിച്ചാൽ അവർക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? നമുക്കറിയാം, ഈ ലോകത്ത് ഏതൊരു പെണ്ണിനെ ഏത് രീതിയിലും നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറ്റു സ്ത്രീയുടെ കരമുണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും, സൂര്യനെല്ലി കേസായാലും, അനക്കയുടെ കേസായാലും, ആ തിരുമേനിയുടെ മകളുടെ കേസായാലും, ഇങ്ങനെ ഏത് കേസിലായാൽ പോലും അതുണ്ടായിട്ടുണ്ട്. ഇവിടെയും ഈ പരാതിക്കാരികളായി വന്നിട്ടുള്ള ആൾക്കാർ സ്വസ്ഥമായ കുടുംബജീവിതം നയിക്കുകയും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുകയും ചെയ്തതും, അങ്ങനെ ഇരിക്കുന്നവരെ ഇതിലേക്ക് വലിച്ചഴിച്ച് സമൂഹത്തിന് മുമ്പിൽ അവർക്ക് അനങ്ങാൻ പറ്റത്തിലാക്കിയതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം ഷഹനാസ് പറയണം, ലക്ഷ്മി പത്മ പറയണം. ലക്ഷ്മി പത്മയുടെ എങ്ങനെയാണ് ഇത്തരം മൂന്നാം പരാതിക്കാരുടെ ഈ പറഞ്ഞ ചാറ്റുകൾ, പേഴ്സണൽ ചാറ്റുകൾ എങ്ങനെ വന്നു, അല്ലെ അവരയച്ച ബാങ്ക് ഡീറ്റെയിൽസ് എങ്ങനെ വന്നു എന്നുകൂടി അറിയേണ്ടതുണ്ട്. ഇത് പൊതുസമൂഹം ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. കോൺഗ്രസിലെ ചില വനിതാ നേതാക്കളും ഇന്നുവരെ പാർട്ടിക്ക് വേണ്ടി കൊടിപിടിക്കുകയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ തങ്ങൾക്ക് പ്രശസ്തരാവാൻ വേണ്ടി ഇറങ്ങി ചാടി വരുന്ന കുറേ വനിതകളുണ്ട്. അവരുൾപ്പെടെയുള്ളവർ ഇനിയെങ്കിലും ഈ പണി മാറ്റിവെക്കുന്നതാണ് നിങ്ങൾക്ക് സമൂഹത്തിൽ നല്ലത്. അതാണ് എനിക്ക് ഇവരോട് സത്യസന്ധമായി പറയാനുള്ളത്.